ഹലോ ഗൈസ്, ദൃശ്യം 3 എന്താ പറയണ്ട ഈ പടത്തിനെ കുറിച്ചിട്ട്? കാരണം ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ ഭയങ്കര പ്രതീക്ഷയോടെ കാത്തുന്ന മറ്റൊരു സിനിമയാണ് ദൃശ്യം 3. കാരണം നമുക്കറിയാലോ ദൃശ്യം 1, 2 ലെവല്. അപ്പം ജിത്തു ജോസഫ് നമ്മൾ അതാ പ്രതീക്ഷിക്കുന്നത്. ജിത്തു ജോസഫ് പക്ഷെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ പടം നിങ്ങൾ ആരും 1, 2 ലെവൽ വെച്ച് പ്രതീക്ഷിക്കേണ്ട, ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് പോയി കാണണം. പക്ഷേ ഈ ദൃശ്യം ഫ്രാഞ്ചൈസിൽ വരുന്നൊരു പടം പ്രതീക്ഷ ഇല്ലാണ്ട് പോയി കാണണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പടം കണ്ടതിന് ശേഷം പടം എനിക്ക് അത്ര മോശം പറയാനില്ല, അത്യാവശ്യം മോശമില്ലാത്തൊരു പടം തന്നെയാണ്. പക്ഷേ 1, 2 ലെവലിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡൗട്ടാണ്. കാരണം 1, 2 ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു ഹൈ കിട്ടുന്ന ഒരു മൊമെന്റ് ഉണ്ട്. എന്നുവെച്ചാൽ കുഞ്ഞു മൊമെന്റ് അല്ല, പടത്തെ ഒരു മെയിൻ സംഭവം. ഇപ്പോൾ ഫസ്റ്റിലാണെങ്കിൽ ലാലേട്ടൻ്റെ ആ ക്ലൈമാക്സിലെ ട്വിസ്റ്റ് ആണ് മെയിനായിട്ട് ഹൈ. സെക്കൻഡിൽ വരുന്നിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്ലോ, നമ്മൾ വെച്ച് ലാലേട്ടൻ ഇതൊക്കെ വിട്ടു, പോലീസ് പിടിക്കാൻ പോവേന്ന്. പക്ഷെ ആ സമയത്ത് ലാസ്റ്റ് നമ്മൾ അറിയുന്നത് ലാലേട്ടൻ ഇതൊക്കെ പ്രിപ്പയർഡ് ആയിരുന്നു ഒരു കാര്യം. അതാണ് സെക്കൻഡിലത്തെ ഹൈ. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ തേർഡില് ഈ പടത്തിന്റെ ആവശ്യം എന്താണെന്നില്ല, നമുക്ക് പടം കൈമ കിട്ടുന്ന ഒരു ഫീല്. പ്രത്യേകിച്ച് വലിയൊരു സംഭവമൊന്നുമില്ല പടത്തിൽ. കുറെ കുഞ്ഞു മൊമെന്റ്സ് ഉണ്ട്, കുറച്ച് തിയേറ്ററിൽ കൈയടിക്കേണ്ട സംഭവം ഉണ്ടായിന്. ആ ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്യാവശ്യം മോശമില്ല, ഫുൾ ഡ്രാമ ടൈപ്പ് ആണെങ്കിലും പക്ഷെ അത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടെന്നായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഒരു പടത്തിന്റെ ഒരു 1/4 ഭാഗം വരെ എനിക്ക് ഓക്കെ, പടം അടിപൊളിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്, പക്ക ഡ്രാമ കിട്ടുന്ന സംഭവം, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് പടം. എന്തോ ഒരു സംഭവം വരാനുണ്ട് ഇതിലൊരു ഫീൽഡിൽ എനിക്ക് പടം ഉണ്ടായത്. പക്ഷെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിന്റെ ഒരു അവസാനത്തേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോയി. കാരണം പിന്നെ പടം അങ്ങോട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. ഷാജോന്റെ ക്യാരക്ടറിലേക്ക് കൂടിയാണ് ഈ പടത്തിൽ അവരൊരു സംഭവം കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ഷാജോന്റെ ക്യാരക്ടർ അങ്ങനെ നല്ല ബിൽഡപ്പെല്ലാം കൊണ്ടുവന്നതിന് ശേഷം പക്ഷെ ക്ലൈമാക്സ് എത്തുന്ന സമയത്ത് ഒറ്റയടിക്ക് അതങ്ങ് താഴെ പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായി ചില സീനിലേക്ക് കൂടി. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് അതിന് വലിയൊരു ഇമ്പാക്ട് ഉണ്ടായിട്ടുമില്ല. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ക്ലൈമാക്സിൽ ഒരു വൗ ഫാക്ടർ ഈ പടത്തിൽ നിന്ന് കിട്ടുന്നുണ്ടായിട്ടില്ല. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഷാജോണും ലാലേട്ടനും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഈ പടം കുറച്ചും കൂടി ലാലേട്ടൻ്റെ ഒരു ഇമോഷണൽ സൈഡ് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ചും കൂടി പിന്നെ തിയേറ്ററിലേക്ക് ഓഡിയൻസിനെ കൈയടിക്കാൻ പറ്റിയ കുറച്ചും കൂടി സീൻസ് ജിത്തു ജോസഫ് എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. പക്ഷേ ലാലേട്ടൻ ഫാനിലെ ഒരു നിലയിൽ എനിക്ക് ഈ പടം ഓക്കെ ആണെന്ന് വലിയ കുഴപ്പമില്ല. പക്ഷേ ഒരു മൂവി ഫാൻ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ജിത്തു ജോസഫ് കുറച്ചും കൂടി ഒരു നല്ലൊരു വർക്ക് പ്രതീക്ഷിച്ചു. എന്തായാലും പടം മോശമുണ്ടെന്നല്ല, മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം മോശമില്ലാത്തൊരു തിയേറ്റർ വാച്ചാണ്. പക്ഷേ ഇതൊരു 1, 2 ലെവലിലേക്ക് വന്നിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെനിക്കൊരു 1, 2 വെച്ച് നോക്കിയാൽ ഒരു ഡിസപ്പോയിന്റ്മെന്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തായാലും ഒരു നെക്സ്റ്റ് വീഡിയോ കാണാം.